Welcome to the topic linked list. Linked list is an example for linear data structure. അതായത് elements in this list will be stored one after the another. ഒരു sequential mannerലാണ് ഡാറ്റ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുമാത്രമല്ല ഇതൊരു നോൺ കണ്ടിഗ്യസ് മെമ്മറി അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് കണ്ടിഗ്യസ് ആയിട്ടല്ല എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് ലൊക്കേഷൻസിലല്ല എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. മെമ്മറി പൂളിൽ എവിടെയൊക്കെ ഫ്രീ സ്പേസസ് ഉണ്ടോ അവിടെയൊക്കെ വി ക്യാൻ ക്രിയേറ്റ് ന്യൂ നോഡ്സ് ഓഫ് ദിസ് ലിസ്റ്റ് ആൻഡ് ഈ എലമെൻറ്റ്സിനെ എല്ലാം കൂടി സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന എലമെൻറ്റ്സിനെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇറ്റ് ഹാസ് എ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്. അതായത് ആവശ്യത്തിന് മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. അറേ എന്നത് ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് നമ്മൾ ഓൾറെഡി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കും, റൺ ടൈമിന് മുന്നേ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഇതിൻ്റെ കേസിൽ റൺ ടൈമിൽ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ മെമ്മറി നോഡ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് the list is then each node of this list has two parts. One is the data part and another one is the address part. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അതായത് this is the memory pool, this round is the memory pool, and these are the different nodes of this list, and each of this nodes is scattered around the memory pool and they are connected using the address part. ഈ ലൈൻസ് കാണുന്നത് അഡ്രസ് പാർട്ടാണ്. അപ്പോൾ ഈ അഡ്രസ് പാർട്ട് വെച്ചിട്ട് ഓരോന്നും കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നോൺ കണ്ടിഗ്യസ് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുന്നത്. അരേൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷനാണ്. അതായത് അടുത്തടുത്ത ലൊക്കേഷൻസിലാണ് മെമ്മറി അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ സിംഗിൾ നോഡ് ഓഫ് ദ ലിസ്റ്റ്. ഇതാണ് ഒരു സിംഗിൾ നോഡ് ഉണ്ടാക്കാനുള്ള ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കോഡാണിത്. അതായത് ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ട് നോഡ്. ഈ നോഡിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് നോഡ് എന്നത്. വി ക്യാൻ യൂസ് അനദർ വേരിയബിൾസ് എ ബി സി ഡി എക്സെട്ര. ഇവിടെ നമ്മൾ കൊടുത്ത പേര് നോഡ് എന്നാണ്. ഇൻഡ് ഡാറ്റ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. അതായത് ഒരു ഡാറ്റ പാർട്ടും ദിസ് ഇസ് ദ ഡാറ്റ പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ അഡ്രസ് പാർട്ട്. ഈ അഡ്രസ് പാർട്ട് എന്തിനാന്ന് വെച്ചാൽ നെക്സ്റ്റ് എലമെൻറ്റ് ഓഫ് ദിസ് ലിസ്റ്റ് എവിടെയാണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് നെക്സ്റ്റ് നോഡിൻ്റെ ആ ലിസ്റ്റിലുള്ള നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദിസ് പാർട്ട്. ആൻഡ് this is the difference between array and the linked list. അതായത് it is a static data structure, it is the dynamic data structure. അതായത് കമ്പൈൽ ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എത്രയാണ് അതിൻ്റെ സൈസ് എന്നുള്ളതൊക്കെ. അതുമാത്രമല്ല മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് അറ്റ് ദാറ്റ് ടൈം, കമ്പൈലേഷൻ ടൈം. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ റൺ ടൈമിൽ മാത്രം ആവശ്യമുള്ള മെമ്മറി മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ആവശ്യം കഴിഞ്ഞാൽ നമുക്കതിനെ ഡി അലോക്കേറ്റും ചെയ്യാം. ആൻഡ് ദ ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ അഡ്ജസൻറ്റ് ലൊക്കേഷൻസ്. അതായത് കണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷൻസിലാണ് ഉണ്ടാവുക. അതായത് ഫസ്റ്റത്തെ വാല്യൂ 1000-ലാണ് ഉള്ളതെങ്കിൽ നെക്സ്റ്റ് വൺ വിൽ ബി ഇൻ ദ 1001 ആൻഡ് 1002 എക്സെട്ര. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഇൻ ദ നോൺ കണ്ടിഗ്യസ് മെമ്മറി പാറ്റേൺ ആണ് അതിലുള്ളത്. അതായത് ദിസ് നോഡ്സ് വിൽ ബി സ്കാറ്റേർഡ് അറൗണ്ട് ദ മെമ്മറി പൂൾ. ദെൻ ഇറ്റ് ഹാസ് എ ഫിക്സഡ് സൈസ്. അതിൻ്റെ റീസൈസിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ് ഓൾസോ. പിന്നെ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ മെമ്മറി ആവശ്യത്തിന് മാത്രം നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഇൻസേർഷനും ഡിലീഷനും നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യും. അതായത് ഉള്ള സ്പേസിൽ വി ഹാവ് ടു അഡ്ജസ്റ്റ് ഓൾ ദീസ് എലമെൻറ്റ്സ്. അതുകൊണ്ട് ഇറ്റ് നീഡ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ദ എലമെൻറ്റ്സ്. ഇതിലാണെങ്കിൽ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ് ദാൻ ദ അറേ. പക്ഷേ അറേയിൽ റാൻഡം ആക്സസ് പോസിബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ നമ്മൾ സീക്വൻഷ്യൽ ആയിട്ട് തന്നെ പോകണം ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ. അറേയിലാണെങ്കിൽ അറേ ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് റാൻഡം ആക്സസ് പോസിബിൾ ആണ്. പിന്നെ മെമ്മറി വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറേയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത കംപ്ലീറ്റ് എലമെൻറ്റ്സ് പൊസിഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെമ്മറി വേസ്റ്റേജ് എന്ന് പറയാം. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് മെമ്മറി. Then the only data is stored here and additional address part will be needed for the linked list. അതായത് ഓരോ വാല്യൂവിൻ്റെ കൂടെയും ഒരു അഡ്രസ് പാർട്ടും കൂടി ഉണ്ടാവും ലിങ്ക്ഡ് ലിസ്റ്റിൽ. സോ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അതിൻ്റെ കോഡിംഗ് പാറ്റേൺ.
ഇനി ഡാറ്റ സൈസ് ഷുഡ് ബി നോൺ ഇൻ അഡ്വാൻസ് ഇൻ ദ അറേ. അതായത് നമ്മൾ പറഞ്ഞു അറേ റണ്ണ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പൈലേഷൻ ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം പറഞ്ഞു. സോ ഇൻ ദിസ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ വി ഹാവ് ടു നോ ദ സൈസ് ഓഫ് ദ ഡാറ്റ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റോർ ഇൻ അഡ്വാൻസ്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ അതിൻ്റെ ആവശ്യമില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. And these are the different types, that is the singly linked list, doubly linked list, then circular linked list, and all these are the different types of linked list. First one is the singly linked list. അതായത് ഇതിൽ ഒരു ഡാറ്റ പാർട്ടും ഒരു അഡ്രസ് പാർട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കോഡാണ് നമ്മൾ നേരത്തെ കാണിച്ച ഒരു കേസ്. ഇതിൽ ഫസ്റ്റ് വൺ ഇസ് ദ 10 എന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് ഇസ് ദ 15, 5, 20. ഇതിൽ അറേയാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് ഒരു അഡ്ജസൻറ്റ് ലൊക്കേഷൻസിൽ 10, 15, 5, 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ 4800, 4900 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻസ് ആണ്. എവിടെയാണ് ഈ നോഡ് മെമ്മറിയിലുള്ളത് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ നോഡ് 4800 എന്നുള്ള വാല്യൂവിലാണെങ്കിൽ പൊസിഷനിലാണെങ്കിൽ നെക്സ്റ്റ് വൺ ഇസ് ദ 4900 and next is a 5000, then 3000, etc. ഈ ഹെഡ് പാർട്ട് ഇസ് യൂസ് ടു ട്രാവേഴ്സ് ത്രൂ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ഒരു പോയിന്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഓപ്പറേഷൻസും നടത്തണമെങ്കിൽ ഇതുപോലെ ഒരു പോയിന്ററിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ദിസ് പോയിന്റർ ഓൾവേസ് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. അതേപോലെ ലാസ്റ്റത്തെ നോഡ് അഡ്രസ് പാർട്ട് ഓൾവേസ് വിൽ ബി നൾ. അതായത് ഇറ്റ് ഇസ് നോട്ട് പോയിന്റിങ് ടു എനി നോഡ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് തൊട്ട് പിന്നെയുള്ള പ്രീവിയസ് നോഡിൽ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടായി. പിന്നെ തേർഡ് വണ്ണിൻ്റെ അഡ്രസ്സാണ് 5000, അതിവിടെ സ്റ്റോർ ചെയ്തു. അങ്ങനെ ഇതുപോലെയാണ് ഇത് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു അഡ്രസ് പാർട്ട് അഡ്രസ് ലിങ്ക് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർ ലിസ്റ്റ് വിൽ ബി സ്പോയിൽഡ്. സോ ദീസ് ലിങ്ക് ഇസ് ദ ഓൺലി കണക്ഷൻ ബിറ്റ്വീൻ ദീസ് നോഡ്സ്. And this is the singly linked list. And next one is the logic is same, but difference is that at structure implementation വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരു ഡാറ്റ പാർട്ടും 2 അഡ്രസ് പാർട്ടും ഉണ്ടാവും ഇതിൽ. അതായത് നമ്മൾ നേരത്തെ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ് കൊടുത്തു. അതിന് പകരം ഇതിൽ 2 പോർഷൻസ് വേണ്ടി വരും. അതായത് സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റും സ്റ്റാർ പ്രീവിയസും വേണ്ടി വരും. അതുപോലെ അതാണ് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ്. അതൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇംപ്ലിമെൻറ്റേഷൻ നമ്മളങ്ങനെ പറഞ്ഞു. പിന്നെ ഇതിലുള്ള കൺസെപ്റ്റിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അഡ്രസ് പാർട്ട് 2 അഡ്രസ് പാർട്ട് എന്തിനാന്ന് വെച്ചാൽ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് മാത്രമേ നടക്കുള്ളൂ. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഫോർവേഡ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റും പോസിബിൾ ആണ്. ഈ സ്റ്റാർട്ടിൽ അഡ്രസ്സിൽ ഉണ്ടാവുക, ഹെഡിൽ ഉണ്ടാവുക ഫസ്റ്റത്തെ നോഡിൻ്റെ അഡ്രസ്സ് തന്നെയാണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ നോഡിൻ്റെ പ്രീവിയസ് നോഡ് വിൽ ബി നൾ. അതുപോലെ തന്നെ ലാസ്റ്റത്തെ നോഡിൻ്റെ നെക്സ്റ്റ് നോഡ് വിൽ ബി നൾ. അതിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ് ഈ കേസുകളൊക്കെ. അതായത് നെക്സ്റ്റിലുണ്ടാവുക തൊട്ട് നെക്സ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. അതേപോലെ പ്രീവിയസിൽ ഉണ്ടാവുക അതിൻ്റെ പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. ദിസ് ഇസ് ദ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ആൻഡ് ദിസ് ഇസ് ദ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സിംഗ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണിത്. ഇതുപോലെ ഡബ്ലി സർക്കുലർ ലിങ്ക് ലിസ്റ്റും ഉണ്ടാവും. അതായത് സിംഗ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ അതേ സാധാരണ പോലെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സ്ട്രക്ചറിലൊന്നും ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ഇംപ്ലിമെൻറ്റേഷൻ വൈസ് സെയിം തന്നെ ആയിരിക്കും സ്ട്രക്ചറൊക്കെ. പക്ഷേ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എലമെൻറ്റ് വിൽ ബി പോയിൻറ്റഡ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ്. നമ്മൾ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ കണ്ടത് എങ്ങനെയാണ്, ഇവിടെ ഈ നോഡിൽ ഈ നെക്സ്റ്റ് പാർട്ടിൽ നള്ളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് ദ 1000 വിച്ച് ഇസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. സോ ഇറ്റ് ഈസ് എ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫോർവേഡ് ഡിറക്ഷനിലും ബാക്ക്വേർഡ് ഡിറക്ഷനിലും മൂവ് ചെയ്യാൻ. അതായത് ഒരു ലിസ്റ്റിലുള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടി ട്രാവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ആൻഡ് ദിസ് ഇസ് ദ സർക്കുലർലി ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. അതായത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സർക്കുലർ വേർഷനാണിത്. ഇതിലും അതുപോലെ തന്നെ ഫസ്റ്റ് നോഡ് ലാസ്റ്റിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. അതുപോലെ ലാസ്റ്റ് നോഡിൽ നിന്ന് ഫസ്റ്റിലേക്കും ഒരു കണക്ഷൻ ഉണ്ടാവും. And these are the different types of linked list. And we have to move on to the operations of the linked list. These are the different kind of operations. And ഇത് ബാക്കിയുള്ള എല്ലാ ഡാറ്റ സ്ട്രക്ചറിലും ഉള്ള കോമൺ ആയിട്ടുള്ള ഡാറ്റ ഓപ്പറേഷൻസ് തന്നെയാണ്.
ഇതിൽ അഡീഷണലി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാക്കിലും ക്യൂവിലും ഒക്കെ ആണെങ്കിൽ ഇൻസേർഷനും ഡിലീഷനും ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രമായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അറേയിലും ലിങ്ക്ഡ് ലിസ്റ്റിലും ആണെങ്കിൽ വി ക്യാൻ ഇൻസേർട്ട് ത്രൂ ദ ബിഗിനിങ്, ലാസ്റ്റ് ഓർ മിഡിലൂടെയൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലൂടെ, ലാസ്റ്റിലൂടെ, മിഡിലൂടെയൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിലീഷന് 3 ടൈപ്പ് ഉണ്ടാവും. പിന്നെ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ് ഓപ്പറേഷൻ ആണ്. ദെൻ സോർട്ടിങ്, ഗെറ്റ് കൗണ്ട് മെത്തേഡൊക്കെ ഉണ്ട്. ഗെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനാണ്. ആൻഡ് ദീസ് ആർ സം ഓപ്പറേഷൻസ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ആൻഡ് വിൽ മൂവ് ടു ദ ഇൻസേർഷൻ പാർട്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേഷനും ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻസേർഷനും ശരിക്കും ഒരേപോലെ തന്നെയാണ് ചെയ്യുക. അതായത് ഒരേ പാറ്റേണിൽ, ബിക്കോസ് 1 at a ടൈം ഓരോ നോഡ് മാത്രമേ ക്രിയേറ്റ് ആവുന്നുള്ളൂ. സോ ക്രിയേഷനും ഇൻസേർഷനും ഒരുപോലെ തന്നെ ചെയ്യാം. 3 ടൈപ്പ് ഇൻസേർഷനിൽ ഒരു ടൈപ്പ് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇംപ്ലിമെൻറ്റ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻസേർഷനും ഒരു ടൈപ്പ് ഓഫ് ഡിലീഷനും മാത്രം പറഞ്ഞാൽ മതി. Now to create a node in the list we have to create a structure of this type. ഇതുപോലെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു ഡാറ്റ പാർട്ടും ഒരു അഡ്രസ് പാർട്ടും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്രിയേറ്റ് എ പോയിൻ്റർ സ്റ്റാർട്ട്. അത് ഇനിഷ്യലി നള്ളായിരിക്കും ബിക്കോസ് ദർ ഇസ് നോ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ്. Now this is the code for insertion. നമ്മൾ ക്രിയേറ്റ് നോഡ് എന്നുള്ള ഫംഗ്ഷൻ വി ക്യാൻ യൂസ് ഇൻ 3 ടൈപ്സ് ഓഫ് ഇൻസേർഷൻ. അതായത് ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്ങും ലാസ്റ്റും മിഡിലും ഒക്കെ ക്രിയേറ്റ് നോഡ് എന്നുള്ള ഫംഗ്ഷൻ എല്ലാത്തിലും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇതന്നെ കോൾ ചെയ്താൽ മതി. നമ്മൾ ഇൻസേർഷൻ അറ്റ് ദ ലാസ്റ്റ് എന്നുള്ള കേസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇവിടെ ക്രിയേറ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഈ n is equal to struct node star emalog size of struct node. ഈ ഒരു കോളം, ഈ ഒരു ലൈന് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു നോഡിന് ആവശ്യമായിട്ടുള്ള, ഒരു സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള അത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ എമലോക്ക് എന്നുള്ള ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ this function will create a memory of having size struct node. struct നോഡിൻ്റെ അത്രയും സൈസുള്ള ഒരു മെമ്മറി ക്രിയേറ്റ് ആവും. അതായത് ഒരു ഡാറ്റ പാർട്ടും ഒരു അഡ്രസ് പാർട്ടുമുള്ള അത്രയുമുള്ള ഒരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ആയി. അതിൽ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഫ്രെയിം വർക്ക് ഓഫ് ദാറ്റ് നോഡ് വിൽ ബി ക്രിയേറ്റഡ്. അതിനുശേഷം വി ഹാവ് ടു റീഡ് എ വാല്യൂ യൂസിങ് ദ സ്കാൻഫ്. അതിൽ ഈ റീഡ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ആ എന്നിൻ്റെ ഡാറ്റ പാർട്ടിലേക്ക് കൊടുക്കും. അതിൻ്റെ അഡ്രസ് പാർട്ട് വിൽ ബി സെറ്റ് ആസ് നൾ because there is no other elements in the list, so we can set the address part as null. n arrow ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് സ്ട്രക്ചറിലേക്ക് വാല്യൂ കൊടുക്കുന്നത്. n arrow data is equal to value. ഡാറ്റ പാർട്ട് ഫില്ല് ചെയ്തു, അഡ്രസ് പാർട്ടും നള്ളെന്നും സെറ്റ് ചെയ്തു. അതിനുശേഷം ഇറ്റ് വിൽ ബി റിട്ടേൺ ടു ഫ്രം വെയർ ഇറ്റ് ഇസ് കോൾഡ്. അതായത് ഇൻസേർട്ട് നോഡ് എന്നുള്ള ഫംഗ്ഷൻ എന്നാണ് നമ്മളതിനെ കോൾ ചെയ്തത്. സോ ഇവിടേക്ക് ഒരു പുതിയ നോഡ് റിട്ടേൺ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ആയി നിൽക്കുന്നുണ്ട്. അതായത് ഇതുപോലെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായി, അതിനുശേഷം അതിൻ്റെ അഡ്രസ് പാർട്ട് കൊടുത്തു, അഡ്രസ് പാർട്ട് കൊടുത്തു, വാല്യൂ പാർട്ടും കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ പോയിന്റ് ചെയ്യിക്കണം. പോയിന്റ് ചെയ്യിക്കാനുള്ള കോഡാണ് നമ്മളിവിടെ കണ്ടത്. അതായത് ഈഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ, അതായത് എം ടി ലിസ്റ്റിലേക്ക് പുതുതായിട്ടൊരു എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ദ സ്റ്റാർട്ട് ഷുഡ് ബി പോയിൻറ്റ് ടു ദാറ്റ് എൻ. അതിലേക്ക് ഡയറക്റ്റ് പോയിൻ്റ് ചെയ്യിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് നോഡാണെങ്കിൽ അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതായത് ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്തു. അതായത് സ്റ്റാർട്ടിൻ്റെ വാല്യൂ വിൽ ബി 1000 വിച്ച് ഇസ് ദ അഡ്രസ് ഓഫ് ദിസ് നോഡ്. അതിനുശേഷം ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദിസ് എൽസ് പാർട്ട്. അതായത് ലാസ്റ്റ് നോഡ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ ലാസ്റ്റ് നോഡിൽ നിന്ന് ഈ പുതിയ നോഡ്, അതായത് ഈ എന്നിലേക്ക് ഒരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള കോഡാണിത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ വൈൽ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമ്മൾ സീക്വൻഷ്യലായിട്ട് ട്രാവേഴ്സ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ലിങ്ക്ഡ് ലിസ്റ്റിൽ റാൻഡം ആക്സസ് ഇല്ല. എൻ പോയിൻ്റ് ഫൈൻഡ് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അതായത് നെക്സ്റ്റ് പാർട്ട് നള്ളാണോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്രസ് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ് വിൽ ബി ഓൾവേസ് നൾ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും
എന്നോട് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അഡ്രസ് പാർട്ട് നള്ളാണെന്ന് നോക്കിയാൽ മതി. അതിനുള്ള കോഡാണ് നമ്മളിവിടെ പറഞ്ഞത്. ടെംപ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട്. ബിക്കോസ് സ്റ്റാർട്ടിൻ്റെ പൊസിഷൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് ഇറ്റ് ഷുഡ് ബി പോയിന്റ് ടു ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ്, ആ സ്റ്റാർട്ടിൻ്റെ അഡ്രസ്സ് നമ്മൾ വേറൊരു ടെമ്പററി വേരിയബിളിലേക്ക് എടുത്തു വെച്ചിട്ട് അതിനെ നമ്മൾ ടെമ്പിനെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഇറ്റ് വിൽ മൂവ് അപ് ടു ദ ലാസ്റ്റ് നോഡ്. അതുവരെ എത്തിക്കഴിഞ്ഞു. അതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യും, ആ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എന്നിൻ്റെ അഡ്രസ്സ് കൊടുത്തു. നമുക്ക് ചിത്രത്തിൽ കാണാം. ഇതാണ് ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ആയി. ഇനി പുതുതായിട്ട് വേറൊരു നോഡ് ഉണ്ടാക്കി. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്, ഒറ്റ നോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നൾ പാർട്ട് ഒഴിവാക്കിയിട്ട് ഈ 1500 എന്നുള്ള വാല്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ, ഇവിടെ പേസ്റ്റ് ചെയ്താൽ വി ക്യാൻ ക്രിയേറ്റ് എ ലിങ്ക് ലൈക്ക് ദിസ്. അതായത് ഇവിടെ നള്ളായിരുന്നു, വി ക്രിയേറ്റഡ് ഇറ്റ് ആസ് 1500 ആൻഡ് ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ദിസ് ടു ആൻഡ് നൗ ദിസ് ഇസ് എ ലിസ്റ്റ് ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് നോഡ് ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് നോഡ്. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നോഡ് ക്രിയേറ്റ് ചെയ്യാം. പുതുതായിട്ട് വീണ്ടും ഒരു n എന്ന് പറഞ്ഞൊരു നോഡ് നമ്മൾ ഉണ്ടാക്കി. അതിനുശേഷം ലാസ്റ്റ് നോഡ് ഇതായിരുന്നു. നേരത്തെ ഇതിൻ്റെ വാല്യൂ നള്ളായിരുന്നു. അതിലേക്ക് നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തു 200. അപ്പോൾ എന്തായി, ഇവിടുന്ന് ഒരു ലിങ്ക് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ എത്ര നോട്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ആവും. അരയിലുള്ളതുപോലെ നമുക്ക് ഫുള്ളായി അരേൻ്റെ സൈസ് ഫുള്ളാകുന്ന പോലെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സൈസ് ഫുള്ളാവുന്നത് വളരെ റെയറാണ്. ബിക്കോസ് മെമ്മറിയിൽ എവിടെയെങ്കിലും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ നോഡ് ആൻഡ് വി ക്യാൻ മേക്ക് എ ലിങ്ക് ബിറ്റ്വീൻ ദം. ലാസ്റ്റ് നോഡിൽ നിന്ന് ആ നോഡിലേക്ക് ഒരു ലിങ്ക് കൊടുത്താൽ അതൊരു ലിസ്റ്റായിട്ട് വന്നു. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഡിലീഷനിലേക്ക് മൂവ് ചെയ്യാം. ഡിലീഷൻ പ്രോസസ്സ് നമ്മൾ ഡിലീഷൻ ഫ്രം ദ ഫ്രണ്ട് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മറ്റേത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നമ്മളത് ഇവിടെ പറയുന്നില്ല. ഇതാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റ് ആൻഡ് വി ഹാവ് ടു റിമൂവ് ദിസ് നോഡ്. അതായത് ഫസ്റ്റ് നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ആൻഡ് ദ കോഡ് ഫോർ ദിസ് ഇസ് ടെംപ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആരോ നെക്സ്റ്റ്. അതായത് സ്റ്റാർട്ടിനെ നമ്മളിപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് ഉള്ളത്. ഇത് റിമൂവ് ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിനെ നമ്മൾ ഇവിടേക്ക് മൂവ് ചെയ്യിക്കണം. അതിനുശേഷം നമുക്കിതിനെ റിമൂവ് ചെയ്യാം. അതായത് ഇങ്ങനെയാണ് വരിക. ഈ നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യണം, ഫസ്റ്റത്തെ നോഡിനെ. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫ്രീ ഓഫ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലെ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിനെ ഇവിടേക്ക് മൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രീ ഓഫ് ടെമ്പ് ലാസ്റ്റ് കൊടുത്തത്. ടെമ്പിൻ്റെ സ്റ്റാർട്ടിൻ്റെ വാല്യൂ ടെമ്പിൽ എടുത്തു വെച്ചു. അതിനുശേഷം സ്റ്റാർട്ടിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രീ ഓഫ് ടെമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ വോണ്ട് ബി എനി പ്രോബ്ലം. അതായത് ഇത് റിമൂവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ സ്റ്റാർട്ട് മുന്നോട്ട് പോയി. അതേ സമയത്ത് തന്നെ നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിൽ ഉണ്ടാവുക 1500 ആണ്, വിച്ച് ഇസ് ദ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ്. ഇതേപോലെ നമുക്ക് എത്ര നോട്ട്സിന് വേണമെങ്കിലും റിമൂവ് ചെയ്യാം അപ് ടു ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ് ഇസ് ഡിലീറ്റഡ്. ഇതിലിപ്പം ഒന്നും കൂടി ഇതും ഡിലീറ്റ് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിനെ നമ്മളൊന്ന് മുന്നോട്ട് നീക്കി. അതിനുശേഷം ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് പിന്നെ ഉണ്ടാവില്ല. ഇതാണ് ദിസ് ഇസ് ദ linked list deletion. This is the code for traversal in linked list. അതായത് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ എലമെൻറ്റ്സ് ഇൻ ദ ലിസ്റ്റ്. നമ്മളങ്ങനെ പ്രിൻ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെമ്പിൻ്റെ ഒരു സ്റ്റാർട്ടിൻ്റെ വാല്യൂ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് എടുത്തു വെക്കുക. ആൻഡ് ദ വൈൽ ലൂപ്പ് വിൽ മൂവ് അപ് ടു ടെമ്പ് ഇസ് ഈക്വൽ ടു നൾ ആവുന്ന വരെ മൂവ് ചെയ്യും. അതായത് ലാസ്റ്റ് നോഡ് വരെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറയുന്നത്. അതിൽ ഓരോ നോഡിലൂടെയും നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടെമ്പാരോ ഡാറ്റയിലാണ് വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡാറ്റ പാർട്ട് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ട്രാവേഴ്സൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഓരോ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. നമ്മൾ I++ എന്നൊക്കെ പറയുന്ന പോലെ അരയിലാണെങ്കിൽ അങ്ങനെ പറയും, ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പാരോ നെക്സ്റ്റ് എന്ന് പറയും. ഇതാണ് ഇൻക്രിമെൻറ്റിനുള്ളൊരു ഓപ്ഷൻ. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അപ് ടു all the elements in the list has been printed. അതുവരെ നമ്മൾ ചെയ്യും. And this much about the operations of a linked list, and thanks for watching my video.